അപ്പോൾ വെച്ചാൽ ഈ വളരെ പണ്ടോട്ടെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുതരാമോ? ഈ സഭ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ ഈ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർപ്പാപ്പയായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പിരിഞ്ഞു പോയ സഭകളാണ് ഈ ബാക്കിയുള്ള സഭകൾ എന്നൊക്കെയാണ്. അങ്ങനെയല്ല, ചരിത്രത്തിൽ അങ്ങനെയല്ല. ചരിത്രത്തിൽ റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈശോയുടെ ആ കാലഘട്ടത്തിൽ വലിയൊരു സംഭവമായിരുന്നു. റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് എത്രത്തോളം നീണ്ടു കിടക്കുന്ന അറിയണമെങ്കിൽ ആഫ്രിക്കയിൽ അലക്സാൻഡ്രിയ, അതുപോലെ തന്നെ അൾജീരിയ, നോർത്തേൺ ആഫ്രിക്ക, ആ ഭാഗം, വിശുദ്ധ അഗസ്തീനോസൊക്കെ അവിടെ നിന്ന് വരുന്ന ആ ഒരു ഭാഗം. ഇനി ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യയുടെ നമ്മുടെ ഇപ്പോഴത്തെ സിറിയ, ടർക്കി അല്ലെങ്കിൽ ജെറുസലേം, ഇതൊക്കെ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ കുറേ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമുക്ക് യൂറോപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന യൂറോപ്പ് ഉണ്ടല്ലോ, അതായത് വെസ്റ്റേൺ യൂറോപ്പ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായിട്ടുള്ളൊരു പ്രദേശത്തിൻ്റെ പേരാണ് എന്ത്? റോമ സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിലേക്കാണ് ഈശോ ജനിച്ചു വീഴുന്നത്, അല്ലെങ്കിൽ ഈശോ മനുഷ്യനായി അവതരിക്കുന്നത്. അപ്പോൾ അതുണ്ടല്ലോ അഗസ്റ്റസ് സീസറിൻ്റെ കാലം എന്നൊക്കെ പറയുന്നത്, അത് റോമ ചക്രവർത്തിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ രക്ഷാകര ചരിത്രം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ റോമ സാമ്രാജ്യത്തിനെ ഒരു കാലത്ത്, ഡയോക്ലേഷ്യൻ്റെ കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നു, രണ്ടായിട്ട് തിരിച്ചു. എന്താണ്? പാശ്ചാത്യ റോമൻ സാമ്രാജ്യം, വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയും, എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറുമായിട്ട് തിരിച്ചു. അപ്പോൾ പാശ്ചാത്യ റോമൻ എംപയറിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വെസ്റ്റേൺ യൂറോപ്പാണ് പ്രധാനമായിട്ടും. അതായത് ഇന്നത്തെ ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ബ്രിട്ടൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തിനെയാണ് വെസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുന്നത്. ആ വെസ്റ്റേൺ യൂറോപ്പിലാണ് ഈ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിന്നത്. ഇതിൽ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കുറേ സമയം എടുക്കും. കാരണം ഇറ്റലിയുടെ സൗതേൺ ഭാഗം ഈസ്റ്റേൺ യൂറോപ്പ് റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, വെസ്റ്റേൺ റോമൻ എംപയർ അതും ബാക്കിയുള്ള എല്ലാ ഭാഗത്തിനും ചേർത്ത് ഈസ്റ്റേൺ റോമൻ എംപയർ, അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞു. പക്ഷെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൽ തന്നെ ആഫ്രിക്ക ഉണ്ടായിരുന്നു, അലക്സാൻഡ്രിയ ഉൾപ്പെടുന്ന ഇന്നത്തെ ഈജിപ്റ്റൊക്കെ ഉണ്ടല്ലോ, ഈജിപ്റ്റ്, എത്യോപ്യ ഒക്കെ ഉൾപ്പെടുന്ന, എരിത്രിയ എന്നൊക്കെ പറയുന്ന സ്ഥലം ഉൾപ്പെടുന്ന ഏരിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ടർക്കിയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന സിറിയ, ദമാസ്കസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഗ്രീസ് ഉണ്ടായിരുന്നു, സൈപ്രസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യം, അങ്ങനെ രണ്ട് ഇതായിട്ട് സഭ വളർന്നു വന്നു. ഈ രണ്ട് സഭകളിൽ പത്രോസ്ലിഹയും പൗലോസ്ലിഹയും സുവിശേഷം പ്രസംഗിച്ച സ്ഥലങ്ങളാണ് റോമൻ വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പാശ്ചാത്യ റോമ സാമ്രാജ്യം, നമ്മുടെ ഇറ്റലിയൊക്കെ ഉൾപ്പെടുന്ന ആ സ്ഥലം. എന്നാൽ മറ്റെല്ലാ സ്ലിഹന്മാരും സുവിശേഷം പ്രസംഗിച്ച സ്ഥലമാണ് നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യം. അതിനൊരു തെളിവ് കാണുന്നുണ്ടെങ്കിൽ സ്ലിഹന്മാരുടെ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം എടുത്ത് നോക്കിയാൽ പെന്തക്കോസ്ത് തിരുനാൾ ദിവസം അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരും ജീവിക്കുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിലാണ്. അതായത് കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന്, അവിടെ ഇന്ത്യ പാർത്തിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഒരുമിച്ച് കൂടിയവരാണ് ആദ്യമായിട്ട് സുവിശേഷം കേട്ട ആളുകൾ. അത് പത്രോസ്ലിയാണെന്ന് പ്രസംഗിച്ചത്. 12 സ്ലിഹന്മാർ അവിടെ പ്രസൻ്റ് ആയിരുന്നു, പിന്നെ മാതാവ് ഉണ്ടായിരുന്നു ആ ഒരു അതിനുശേഷം പിന്നെ സഭ വളരുന്നത്. അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിലുള്ള സഭയെ പാശ്ചാത്യ സഭയെന്നും, ഈ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൽ വളർന്നു വന്ന സഭയെ പൗരസ്ത്യ സഭകളെന്നും വിളിക്കാൻ തുടങ്ങി. ഈ പൗരസ്ത്യ സഭകളിൽ 3-4 വ്യത്യസ്തമായിട്ടുള്ള പാരമ്പര്യം ഉണ്ടായിരുന്നു. അതായത് ഏതൊക്കെയാണ് നമുക്കറിയാം. ബിസന്റൈൻ പാരമ്പര്യം, ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കുന്ന, അർമേനിയൻ പാരമ്പര്യം, അർമേനിയൻ ഭാഷ ഉപയോഗിക്കുന്ന, വെസ്റ്റ് സിറിയക് പാരമ്പര്യം, അന്ത്യോക്യൻ പാരമ്പര്യം, അതുപോലെ തന്നെ അലക്സാൻഡ്രിയൻ പാരമ്പര്യം, കോപ്റ്റിക്, അതുപോലെ തന്നെ എത്യോപ്യൻ ഭാഷകൾ ഉപയോഗിക്കുന്ന പാരമ്പര്യം. എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരു പാരമ്പര്യം വീണ്ടും ഒരെണ്ണം കൂടിയുണ്ട്. അതേതാണ്? റോമ സാമ്രാജ്യത്തിന് പുറത്തുള്ള സഭ. അത് ആ സഭയാണ് ഇറാഖ്, ഇറാൻ, പേർഷ്യ. ഇറാനെയാണ് പേർഷ്യ എന്ന് പണ്ട് പറഞ്ഞിരുന്നത്. പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ,
ഇന്ത്യ, ചൈന, മംഗോളിയ ഉൾപ്പെടുന്ന ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയിലാണ് നമ്മളൊക്കെ ഉൾപ്പെടുന്നത്. ഏത്? സുറിയാനി സഭ, പൗരസ്ത്യ സുറിയാനി സഭ. ഈ സഭയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യവും ഗ്രീക്ക് തത്വശാസ്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും ഒരുപാട് ഇൻഫ്ലുവൻസ് ഈ സഭയിലില്ല. ഇത് തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലും വ്യത്യസ്തമായ രീതിയിലും വളർന്നു വന്ന ഒരു സഭയാണ്. അത് മാത്രമല്ല, ഏഷ്യയിലാണെങ്കിൽ ഇതൊക്കെ ഏഷ്യയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിലും അങ്ങ് ചൈനയും മംഗോളിയയും വരെ നീണ്ടു കിടന്നിരുന്ന ഒരു സഭയാണ് എന്ത്? പൗരസ്ത്യ സുറിയാനി സഭ. അപ്പോൾ അത് 410 ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈ അന്ത്യോക്യൻ സഭയിൽ നിന്ന് ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ റോമാൻ സഭയിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 410 AD എന്തായി മാറുന്ന ഒരു സ്വതന്ത്ര പാത്രിയാർക്കായിട്ട്, അല്ലെങ്കിൽ സ്വതന്ത്ര സഭയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പാശ്ചാത്യ സഭ, പൗരസ്ത്യ സഭ, പൗരസ്ത്യ സുറിയാനി സഭ, അങ്ങനെ 3 വ്യത്യസ്തമായുള്ള സ്കൂളുകളിലാണ് ചരിത്രത്തിൽ സഭ വളർന്നു വന്നത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ റോമിലെ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 313 അതിനു മുൻപേ കേരളത്തിൽ, ഇറാനിലും ഇറാഖിലും ഒക്കെ സഭകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ചോദിക്കും, ഇപ്പോൾ ഇവിടെ ഒന്നും സഭകൾ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അതിനും ശരിയായ ചരിത്ര ഉത്തരവുണ്ട്. ഇസ്ലാം വരുന്നത് ഏകദേശം 6 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇസ്ലാം വന്നതിന് ശേഷം നിർബന്ധിത മതപരിവർത്തനവും യുദ്ധങ്ങളും വഴിയായിട്ട് ഈ പ്രദേശത്തുണ്ടായിരുന്ന രൂപതകൾ മുഴുവനും, ഏകദേശം 200 ചില്ലാൻ രൂപതകൾ ആ പ്രദേശത്തുണ്ടായിരുന്നു, പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ടത്. അത് മുഴുവനും ഇല്ലാതായി നിർത്തലാക്കപ്പെട്ടു. ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നൊടുക്കി. അങ്ങനെയൊക്കെയുള്ള വലിയ ചരിത്രപരമായിട്ടുള്ള ദുഃഖ സത്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. എന്തുകൊണ്ട് അവിടെ ഒന്നും ക്രിസ്ത്യാനികളെ കാണുന്നില്ല? ഇവിടെയായിരുന്നു ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതെല്ലാം ഈ ഇൻവേഷൻ്റെ ഭാഗമായിട്ട് നശിപ്പിക്കപ്പെട്ടു. അതാണ് ചരിത്രത്തിൽ സംഭവിച്ചത്.